പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മലയൻകാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ, 17 വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഫോടന കേസിൽ വിധി പറയുന്നത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പ്രതികൾക്ക് അനുകൂലമായ രീതിയിലായിരുന്നു കോടതി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പ്രധാനമായും കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അന്വേഷണത്തിൽ പിഴവുണ്ടെന്നാണ് NIA കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ലഫ്റ്റനന്റ് കേണൽ ആയിട്ടുള്ള പുരോഹിതന് RDX എത്തിച്ചതിന് തെളിവില്ല എന്നടക്കം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കേണൽ പുരോഹിതന് സ്ഫോടക വസ്തു എത്തിച്ചെന്നായിരുന്നു NIA കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് തെളിവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഏറെ വിവാദമായിട്ടുണ്ടായിരുന്ന മലയൻകാവ് സ്ഫോടന കേസിൽ വിധി പ്രസ്താവിച്ചപ്പോൾ 7 പ്രതികളെയും വെറുതെ വിടുകയാണ് കോടതി ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഗൂഢാലോചന നടന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ യോഗം ചേർന്നെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ യോഗം ചേർന്നെന്ന് തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നടക്കമാണ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഊഹാപോഹങ്ങൾ വെച്ച് പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതികളെന്ന് പറയുന്നവർക്ക് ശിക്ഷ നൽകാൻ സാധിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രഗ്യ സിംഗിൻ്റെതാണ് ബൈക്ക് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും ഈ പ്രഗ്യ സിംഗിൻ്റെതാണ് ഈ ബൈക്ക് എന്ന് തെളിയിക്കാനും കണ്ടെത്തിയിട്ടില്ല. 7 പ്രതികളെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വെറുതെ വിട്ടിരിക്കുന്നത്. പ്രഗ്യ സിംഗിനെ കൂടാതെ തന്നെ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള ശ്രീകാന്ത് പ്രസാദ് പുരോഹിത്, മേജർ രമേശ് ഉപാധ്യായ, സമീർ കുൽക്കർണി, അജയ് ഏകനാഥ് രാഹിർക്കർ, രാകേഷ് ദത്താത്രേയ റാവു, ജഗദീഷ് ചിന്താമൻ, സുധാകർ ത്രിവേദി, ദയാനന്ദ് പാണ്ഡെ, സുധാകർ ചതുർവേദി എന്നിവരെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 2008 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏകദേശം ദീർഘനാളത്തെ വിചാരണയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5ഓളം ജഡ്ജിമാർ കേസിൽ ഇതുവരെ വാദം കേൾക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായി കേസെടുത്ത ജഡ്ജിയാണ് ഇപ്പോൾ ഇതിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഏകദേശം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 40ഓളം സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. 2008 തുടങ്ങിയ കേസ് അല്ലെങ്കിൽ വിചാരണ ഏകദേശം ഈ വർഷങ്ങൾ കടന്നു പോയതിനു ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 2008 സെപ്റ്റംബർ 21 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലയൻകാവിലെ ഒരു പള്ളിക്ക് സമീപമായിരുന്നു ഈ മോട്ടോർ സൈക്കിളിൽ കെട്ടിയിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 6 പേർ മരിക്കുകയും 100ലേറെ പേർക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെ കൊലിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഹേമന്ത് കർക്കരയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയായിരുന്നു ഈ പ്രതികളെ അടക്കം പിടികൂടുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ബൈക്കാണ് എന്നടക്കം അപ്പോഴായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ബൈക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ബൈക്ക് പ്രജ്ഞ സിംഗിൻ്റെതാണ് എന്ന് പിന്നീടാണ് അല്ലെങ്കിൽ പ്രജ്ഞ സിംഗിനിലേക്ക് അടക്കം നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബൈക്ക് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബൈക്ക് അല്ലെങ്കിൽ പ്രജ്ഞ സിംഗിൻ്റെതാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നടക്കമാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അന്ന് പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാനും ഹിന്ദു രാഷ്ട്രത്തിന് വഴിയൊരുക്കാനും രൂപം കൊണ്ട അഭിനവ് ഭാരത് സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത് എന്നടക്കം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അന്ന് 11 പേരെയായിരുന്നു ATS അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2011 ഈ കേസ് NIAക്ക് കൈമാറുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ കേസ് NIA ഏറ്റെടുത്തപ്പോൾ 4 പേരെ കേസിൽ നിന്നും ഒഴിവാക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കോമ നിയമം പിൻവലിക്കുകയും അന്ന് NIA ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രജ്ഞ സിംഗിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ NIA ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് നിരസിക്കുന്ന അല്ലെങ്കിൽ കോടതി അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. കേസിൽ പ്രതി ചേർക്കണമെന്ന് അന്ന് തന്നെ വ്യക്തമാക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 323 സാക്ഷികളിൽ 30ഓളം പേർ വിചാരണയ്ക്ക് മുൻപ് തന്നെ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം. ശേഷിച്ച 37 പേർ വിചാരണയ്ക്കിടെ കൂറുമാറുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ദീർഘനാളത്തെ വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടായിരുന്ന 7 പേർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 7 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്ന വിധിയാണ് വന്നിരിക്കുന്നത്. മുംബൈയിലെ പ്രത്യേക NIA കോടതിയാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്.
തീർച്ചയായും വിനയ, 2008 സെപ്റ്റംബറിലായിരുന്നു കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. 6 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വിചാരണ സമയത്ത് പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 7 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ കേസ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും മറ്റും വഴിവെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളോടുള്ള പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പള്ളിക്ക് സമീപം തന്നെ ഈ ഒരു ബൈക്കിൽ ഈ ഒരു സ്ഫോടക വസ്തു വയ്ക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും 100ഓളം പേർ മരിക്കുകയും അത്തരത്തിലെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 പേർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണ്, വിരോധമാണ് ഈ ഒരു കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ ഈ സ്ഫോടകം പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം എത്തിച്ചതെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് അടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏറെ നാളത്തെ അല്ലെങ്കിൽ വിചാരണകൾ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം. 5 ജഡ്ജിമാരടക്കം തന്നെ ഈ കേസ് കേൾക്കുന്ന 5 ജഡ്ജിമാരടക്കം തന്നെ ഈ കേസിൽ ഇതുവരെ വാദം കേൾക്കുന്ന ഒരു സാഹചര്യം. പല ജഡ്ജിമാരും സ്ഥലം മാറ്റം ലഭിച്ച് പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ദീർഘനാളത്തെ വിചാരണയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. 40ഓളം സാക്ഷികളായിരുന്നു ഈ തുടക്കം മുതൽ തന്നെ കൂറുമാറിയിട്ടുണ്ടായിരുന്നത്. 2008 നടന്ന ഒരു സംഭവമാണ്. 2025 ഈ കേസിൽ ഒരു വിധി വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികളെന്ന് പറഞ്ഞ 7 പേരെയും അല്ലെങ്കിൽ പ്രതികളായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന 7 പേരെയും വെറുതെ വിടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുകയും മറ്റും ചെയ്യുന്നത്. അതിൽ ബി ജെ പി നേതാവായിട്ടുള്ള ആളുകളുണ്ട്, ലഫ്റ്റനന്റ് കേണൽ മറ്റും ഉള്ള ഒരു സംഭവം കൂടിയുണ്ട്. വിവാദം ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഈ മലേഗാവ് സ്ഫോടന കേസ് എന്ന് പറയുന്നത്. അതിലാണിപ്പോൾ വിധി പ്രധാനമായും വന്നിരിക്കുന്നത്. ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് NIA കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഊഹാപോഹങ്ങൾ കൊണ്ട് മാത്രം ഈ പ്രതികൾക്കെതിരെ വിധി അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ വിധി ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഈ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ പ്രതികൾക്കെതിരെ ശിക്ഷ അല്ലെങ്കിൽ പ്രതികൾക്ക് ശിക്ഷ നൽകാൻ സാധിക്കൂ എന്നടക്കമാണ് കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നതും ഈ പ്രതികളാണെന്ന് പറയുന്നവർക്കെതിരെ ഒരു കുറ്റം പോലും ചുമത്താൻ അല്ലെങ്കിൽ ഒരു കുറ്റം പോലും തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ബൈക്കിലാണ് ഈ ഒരു സ്ഫോടക വസ്തു ഉണ്ടായതെന്ന് പറഞ്ഞു. ആ ബൈക്ക് പ്രഗ്യാ സിംഗിൻ്റെതാണെന്ന് പറഞ്ഞു. എന്നാൽ അതിലൊന്നും തന്നെ ഒരു തെളിവില്ല. ആ ബൈക്ക് പ്രഗ്യാ സിംഗിൻ്റെതാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നടക്കമാണ് NIA കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള പുരോഹിതന് RDX എത്തിച്ചതിനും തെളിവില്ല എന്നടക്കമാണ് പറയുന്നത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കോടതി ശിക്ഷ വിധിക്കുക എന്നടക്കമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കോടതിയിൽ തെളിവാണ് വേണ്ടത്. ആ തെളിവൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഊഹാപോഹങ്ങൾ വെച്ച് ശിക്ഷ വിധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രതികളെ വെറുതെ വിടുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആതിര. ശരി വിനയ, മുംബൈ മലൈൻകാവ് സ്ഫോടന കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. അന്വേഷണ ഏജൻസി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും കോടതി. 17 വർഷത്തിന് ശേഷമാണ് കേസിലെ വിധി പറഞ്ഞത്.